ഒരു സിനിമയിൽ ഒരു ഡ്യൂറ്റ് സോങ്ങും ഒരു ഫാമിലി സോങ്ങും കണ്ട് ഇതൊരു സാധാ തമിഴ് പടം എന്ന് വിചാരിച്ച് ഇതിന്റെ CD പലതവണ കിട്ടിയിട്ടും കാണാതെ ഒരിക്കൽ ടിവിയിൽ കണ്ട് അഡ്രിനാലിൻ റഷ് അടിച്ച സിനിമ. ഡയറക്ടർ ലിംഗുസ്വാമി അന്നത്തെ ഇളയ തളപതി വിജയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ഒരു സിനിമയായിരുന്നു 2005 പുറത്തിറങ്ങിയ സണ്ടക്കോഴി. വിജയ് ഈ പടത്തിന്റെ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാതെ ഇതിനെ റിജക്ട് ചെയ്തെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഈ പടം വിശാലിനെ വെച്ച് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് തമിഴ്നാട്ടിൽ നല്ലൊരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുത്തു. അത്രയധികം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സിനിമയാണ് സണ്ടക്കോഴി. ഈ സിനിമയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതിലെ റാൻഡം സീൻസ് ഒക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ചില ഡയലോഗ്സ് ഒക്കെ കേട്ട് ജസ്റ്റ് അതുവഴി പാസ് ചെയ്തിരുന്ന എൻ്റെ ഒരു തമിഴ് കോളിക്ക് എന്നോട് ചോദിച്ചു, ഞാൻ തലവരെ സണ്ടക്കോഴിയാ പാക്കുறீங்க, സെമ്മ പടം தெரியுமா, ലിംഗുസ്വാമി സൂപ്പർ എടുത്തിരിക്കാം. സോ ഈ സിനിമയിലെ ഡയലോഗ് പോലും പലർക്കും കാണാപ്പാടാണ്. ഈ പടത്തിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ കണ്ട് ഇത് സംവിധാനം ചെയ്തിരുന്നത് ഹരിയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയിരുന്നത്. പറഞ്ഞു വരുമ്പോൾ ഈ പടത്തിന്റെ കഥ വളരെ സിമ്പിളാണ്. വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഫ്രണ്ടിന്റെ നാട്ടിലേക്ക് പോകുന്ന നായകൻ ആ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയെ റോഡിലിട്ട് അടിക്കുന്നു. ഇതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ആ റൗഡി നായകന്റെ നാട്ടിലേക്ക് പോകുന്നു. ബാക്കിയൊക്കെ മേക്കിങ്ങിലായിരുന്നു കാര്യം. ഈ പടത്തിൽ ഇന്റർവൽ ഫൈറ്റ് സീന്, അതുപോലെ ഒരു അംബാസഡർ ഫൈറ്റ് സീൻ, പിന്നെ ഈ പടത്തിൽ ഐക്കണിക് ആയിട്ടുള്ള ഒരു ഫോൺ കോൺവെർസേഷൻ സീൻ, അതായത് വിശാലിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ നാട്ടിലേക്ക് വിളിക്കുന്ന ഒരു കോൾ. ഈ സീനുകളിലെല്ലാം നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കും വേറെ ലെവലായിരുന്നു. അതുപോലെ ഈ സിനിമയിൽ ലാലിന്റെ വില്ലൻ റോളും അടിപൊളിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്ത് ലാലിന്റെ ക്യാരക്ടറിനെ നന്നായി കോമഡിയാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം പുറമെ ആക്ടർ രാജ് കിരൺ. ഒരിക്കലും സ്റ്റേജിൽ നിന്ന് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു തമിഴ് സിനിമ എടുക്കുകയാണെങ്കിൽ അതിലെ നായകൻ രാജ് കിരൺ സാറായിരിക്കുമെന്ന്. പുള്ളിയാ പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് റാൻഡമായി ചാനലൊക്കെ മാറ്റുന്നതിനിടയ്ക്ക് ഏതൊക്കെ പഴയ സിനിമകളിലൊക്കെ ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഉർവശിയുടെയും രേവതിയുടെ ഒക്കെ നായകനായിട്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ചെപ്പളശ്ശേരി പാലക്കാട് റൂട്ടിലോടുന്ന വിനോദ് ബസ്സിലെ ഡ്രൈവറുടെ ചായയുള്ള ഒരു മനുഷ്യൻ. ഈ പുള്ളൊരു സ്വാഗ് കാണുന്നുണ്ടെങ്കിൽ ഇതിലെ മുണ്ടാസു സൂര്യൻ എന്ന പാട്ട് മാത്രം കണ്ടാൽ മതി. സോ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.